പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ്. അതായത് നമ്മൾ പീറ്റർബോർഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ പീറ്റർബോർഗ് നമ്മൾ കാനഡയുടെ ക്യാപിറ്റലായിട്ടുള്ള ഒട്ടാവയിലേക്ക് പോകുന്ന യാത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമ്മൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് പരിപാടികളൊക്കെ തീർത്ത് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയപ്പോഴത്തേക്ക് ഉച്ച സമയമായി. അപ്പം നമ്മൾ പതുക്കെ നമ്മുടെ യാത്ര തുടങ്ങിയപ്പോഴത്തേക്ക് സമയം ഏകദേശം 1:30-2 മണിയായി. ഇപ്പോൾ ഇവിടുന്ന് ഞങ്ങൾക്കിനി 3 മണിക്കൂർ കാറിന് ഡ്രൈവ് ചെയ്താലാണ് ഒട്ടാവ എത്തുന്നത്. 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തുള്ളൂ. പക്ഷേ എന്ന് വെച്ചാൽ കുഴപ്പമില്ല, നമുക്കൊരു 9 മണി 10 മണി വരെ നമുക്ക് ഡേ ലൈറ്റ് ഉണ്ടാകും. അപ്പം നമുക്ക് അത്ര സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ പുറത്ത് നല്ല വെയിലുള്ള നല്ല ക്ലിയർ ഡേ ആണ്. അതുകൊണ്ട് നമുക്ക് നല്ല കളർഫുള്ളായിട്ടും നല്ല ക്ലാരിറ്റി ആയിട്ടുള്ള ഒത്തിരി വീഡിയോ കിട്ടിയിട്ടുണ്ട്. ആകെ മൊത്തം 272 കിലോമീറ്ററാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒട്ടാവയ്ക്ക് ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമുക്കൊരു 216 കിലോമീറ്റർ ബാക്കി പോകാനുണ്ട്. 2.5 മണിക്കൂർ, മൊത്തം 3 മണിക്കൂറായിട്ട് ഇപ്പോൾ ഞങ്ങൾ അരമണിക്കൂർ ട്രാവൽ ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ ഒണ്ടാരിയിലുള്ള ഹൈവേ 7 ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹൈവേയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിങ്ങനത്തെ ഈ ഉൾപ്രദേശങ്ങളിലുള്ള ഹൈവേ കൂടെയൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല പച്ചപ്പായിരിക്കും. പിന്നെ ഇടയ്ക്ക് ഇതേപോലെ ചെറിയ ടൗണുകളൊക്കെ കാണാം. അപ്പം ഇങ്ങനത്തെ ഈ ടൗണുകളിൽ നമുക്ക് അത്യാവശ്യം ചായയും സ്നാക്സൊക്കെ മേടിക്കാൻ കിട്ടും. അത്യാവശ്യം ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാവും. നമ്മൾ അവിടുത്തെ ആ ടൗണിൽ കയറിയിട്ട് നമ്മൾ കാനഡയിലെ ചായക്കടയായ ടിം ഹോർട്ടൻസ് എന്ന് പറയുന്ന ഈ കടയിൽ നിന്ന് നമ്മളൊരു ഐസ് കോഫി മേടിച്ചു. ഇപ്പം ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കാനഡയിലെ ഒരു ഫോറസ്റ്റിലൂടെയാണ്. ഫോറസ്റ്റാന്ന് തോന്നുന്നത്, കാരണം വീടുകൾ അങ്ങനെയൊന്നുമില്ല, കുറേ മരങ്ങൾ മാത്രം. കാരണം മൃഗങ്ങളെ ഒന്നും അത് കാണില്ല. ഇടയ്ക്കൊരു 2 മാനൊക്കെ പോകുന്നത് കണ്ടു. അപ്പം വീഡിയോ എടുക്കാനും പറ്റിയില്ല. അപ്പം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് ഇങ്ങനെ ഈ തടാകങ്ങളൊക്കെ കാണാം. എനിക്കൊന്നും മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ വരുന്നതും അല്ലാണ്ട് ഉള്ള കുറേ തടാകങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. ഇപ്പം നമ്മൾ പോകുന്ന അടുത്ത സൈഡിൽ വേറൊരു തടാകം കാണാം, ഒരു വലിയ തടാകം കാണാം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഹൈവേന്ന് എക്സിറ്റ് എടുത്ത് ചുമ്മാ ഒരു ഇടവഴിയിലൂടെ കയറി കുറച്ച് നേരം എവിടെയെങ്കിലും നിർത്തിയിട്ട് കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തിട്ട് പോകാമെന്നുള്ള രീതിയിൽ നിർത്തിയതാണ്. ഒരു അസൽ ഗ്രാമപ്രദേശം. അപ്പം അതിൽ കുറച്ച് നേരമൊക്കെ ഇനി ഓടി ഹൈവേയിലോട്ട് തിരിച്ചു കയറണം. അപ്പം ഹൈവേയിലോട്ട് തിരിച്ചു കയറി ഞങ്ങൾ വീണ്ടും. അപ്പോൾ ഇവിടെ ഒരു വലിയ ലേക്ക് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ നോക്കി ഇതെന്താ സംഭവം എന്നുള്ള രീതിയിൽ, അപ്പോൾ സിൽവർ ലേക്ക് എന്ന് പറയുന്ന ഒരു ലേക്കാണ്. ഇതിനൊരു ബീച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് അതൊക്കെ ഒന്ന് പോകുന്ന വഴിക്കൊന്ന് കണ്ടിട്ട് വരാമെന്നുള്ള രീതിയിൽ അങ്ങോട്ട് ഞങ്ങൾ കയറി. ഇനിയിപ്പോൾ നമുക്ക് ബീച്ചിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. പിന്നെ ഞങ്ങൾ വണ്ടിയൊക്കെ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് ബീച്ചിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു വീക്കെൻഡ് ടൈമാണ്. അതേപോലെ കാനഡയുടെ ഒരു ലോങ് വീക്കെൻഡാണ്. അപ്പോൾ ആ സമയം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് എല്ലായിടത്തും. കാരണം ഇവിടുത്തെ ആൾക്കാരൊക്കെ എങ്ങനെയാണ്, ഒരു വെക്കേഷൻ കിട്ടുമ്പോഴത്തേക്ക് അവർ എല്ലാം മതിമറന്ന് ആഘോഷിക്കാവുന്ന പരിപാടിയൊക്കെയാണ്. അപ്പം ഇവിടെ വെള്ളത്തിൽ കുറേ പേര് കളിക്കുന്നു, നീന്തുന്നു. അതിൻ്റെ സൈഡിൽ ഇവിടെ വോളിബോൾ കളിക്കുന്നു. അങ്ങനെ പിന്നെ അവർ വരുമ്പോൾ തന്നെ അവർക്ക് ഇരിക്കാനുള്ള ചെയറ് കാര്യങ്ങൾ, പിന്നെ ഫുഡ് കഴിക്കാനുള്ള ഫുഡ്, പിന്നെ ഇല്ല ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ. അപ്പോൾ ഇവർ യാത്ര ചെയ്യുന്നത് എല്ലാ സാധനങ്ങളും കൊണ്ടായിട്ടാണ്. അപ്പം പിന്നെ മനസ്സിലായി ഇതൊരു ക്യാമ്പിംഗ് സൈറ്റ് പോലത്തെ ഇതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാമ്പൊക്കെ ചെയ്ത് അങ്ങനെ ടൈമൊക്കെ നമുക്ക് ഒത്തിരി സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ലേക്കിൻ്റെ വേറൊരു ഭാഗത്തോട്ട് വന്നു. നല്ല മനോഹരമായ ഒരു ലേക്ക്, നല്ല അടിപൊളി ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു ലൊക്കേഷനൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അത് ഞങ്ങൾ വേറൊരു ഭാഗത്തേക്ക് നടന്നപ്പോഴാണ് ഇവിടെ ശരിക്കും ടെൻറ്റിങ്ങിൻ്റെ സ്ഥലം കണ്ടത്. അപ്പോൾ ഒരു ക്യാമ്പിംഗ് സൈറ്റാണ്. അപ്പം നമുക്ക് ബുക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ക്യാമ്പ് സൈറ്റ് അവർ തരും. അപ്പം നമുക്ക് ഇവിടെ വന്ന് നമുക്ക് ടെൻ്റ് അടിക്കാം, നമുക്ക് വണ്ടി ഇടാനുള്ള സ്ഥലം ഉണ്ടാവും. പിന്നെ ടെൻ്റ് അടിക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മളായിട്ട് തന്നെ കൊണ്ടുവരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മൾ വേറൊരു ഭാഗത്ത് ബീച്ചിൻ്റെ അവിടോട്ട് ഇറങ്ങി. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം, ഒരിക്കൽ എവിടെയെങ്കിലും ടെൻറ്റ് അല്ലെങ്കിൽ ക്യാമ്പിങ്ങിന് പോകണം. അതാകുമ്പോൾ നമുക്കൊരു നൈറ്റ് ഫുള്ള് ഇങ്ങനത്തെ സ്ഥലം എടുത്തിട്ട് അവിടെ സ്റ്റേ ചെയ്ത് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഇങ്ങനെ വെള്ളത്തിൽ നീന്തി കളിച്ചൊക്കെ നടന്നിട്ട് പോകാമല്ലോ എന്നുള്ളത്. ഇപ്പോൾ ഞങ്ങൾ വെള്ളത്തിലൊന്നും ഇറങ്ങുന്നില്ല, കാരണം നമ്മുടെ ലക്ഷ്യം ഒട്ടാവയാണ്. അപ്പം നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഒട്ടാവയുടെ അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നതാണ് സിറ്റി ഓഫ് ഒട്ടാവ പോപ്പുലേഷനൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഒരു വെൽക്കം ബോർഡൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനി ഞാൻ ഒട്ടാവനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇവിടുത്തെ ആൾക്കാർ ഇതിനെ പ്രൊണൗൺസ് ചെയ്യുന്നത് ഓട്ടുവ, അങ്ങനെ എന്താണ്. നമ്മളൊക്കെയാണ് ഒട്ടാവ എന്ന് പറയുന്നത്. ഓട്ടുവ എന്നാണ് അവർ പ്രൊണൗൺസ് ചെയ്യുന്നത്. അതായത് ഇത് കാനഡയുടെ ക്യാപിറ്റലാണ്. ഇവിടെ ഏകദേശം 10 ലക്ഷത്തോളം ആൾക്കാർ താമസിക്കുന്നുണ്ട്.
1826 ബൈടൗൺ എന്ന് പറഞ്ഞാണ് ഈ ടൗൺ എസ്റ്റാബ്ലിഷ്ഡ് ആയത്. പിന്നെ 1855 ഒട്ടാവ എന്ന പേരിൽ സിറ്റി ഓഫ് ഒട്ടാവ എന്ന് പറഞ്ഞ് അറിയപ്പെടാൻ തുടങ്ങിയത്. അതിനും കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്നതാണ്. ഇത് കാനഡയിലെ 4ാമത്തെ ഏറ്റവും വലിയ സിറ്റിയാണ്. അതുപോലെ തന്നെ പാർലമെൻറ്റ്, സുപ്രീം കോർട്ട്, അങ്ങനത്തെ മെയിൻ സംഭവങ്ങളെല്ലാം ഈ ഒട്ടാവയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു കത്തീഡ്രലാണ്. അപ്പോൾ നമ്മൾ കത്തീഡ്രലിൻ്റെ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. കത്തീഡ്രലിൻ്റെ പുറകിലാണ് വണ്ടി പാർക്ക് ചെയ്തത്. എന്നിട്ട് നമ്മൾ സൈഡിൽ കൂടെ ഫ്രണ്ടിലോട്ട് വരുന്നു. കത്തീഡ്രലിൻ്റെ പേര് നോട്രേ ഡാമെ കത്തീഡ്രൽ ബസിലിക്ക എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഇത് വളരെ പഴക്കം ചെന്നൊരു ബസിലിക്കയാണ്. 1841 ഇതിൻ്റെ പണി തുടങ്ങിയത്. ഇതിൻ്റെ പണി തീർന്ന് ഇതൊരു ബസിലിക്കയായി കത്തീഡ്രലായിട്ട് വന്നത് 1879 ഒട്ടാവയിലെ ഏറ്റവും പഴക്കം ചെന്നതും അതേപോലെ തന്നെ ഏറ്റവും വലുതുമായിട്ടുള്ള ബസിലിക്കയാണ്, കത്തീഡ്രലാണിത്. ഇതൊരു റോമൻ കാത്തലിക് ചർച്ചാണ്. ഇവിടെ ഇംഗ്ലീഷിലും ഫ്രഞ്ചിലുമാണ് സർവീസസ് ഉള്ളത്. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കാണണം, ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തേക്കുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ നേരം വീഡിയോ ഒക്കെ എടുത്തും ഇതിൻ്റെ ഉള്ളിലെ രൂപങ്ങളും ഇതെല്ലാം കണ്ടും അങ്ങനെ കുറേ സമയം ഇവിടെ ചിലവഴിച്ചു. ഇപ്പം ഒരു കുർബാന കഴിഞ്ഞിട്ടുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. അപ്പം അത്യാവശ്യം ആളും തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബസിലിക്കയുടെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പം ഈ ബസിലിക്കയുടെ നേരെ ഓപ്പോസിറ്റാണ് നമുക്ക് നാഷണൽ ഗാലറി ഓഫ് കാനഡ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മ്യൂസിയം ഉള്ളത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നാഷണൽ ഗാലറി ഓഫ് കാനഡ. ഇതിപ്പോൾ ക്ലോസ്ഡ് ആണ്, അതുകൊണ്ട് നമ്മൾ കയറുന്നില്ല. അല്ലെങ്കിൽ മ്യൂസിയത്തിലൊക്കെ കയറണമെങ്കിൽ എത്ര നല്ല പൈസയും കൊടുക്കണം. എനിക്ക് വലിയ ഇൻട്രസ്റ്റിംഗ് ഉള്ളൊരു ഏരിയ അല്ലേ മ്യൂസിയം. ഇതിൻ്റെ പുറത്ത് മാമൻ എന്ന് പറഞ്ഞിട്ടൊരു സ്പൈഡറിൻ്റെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഭയങ്കര ഇത് അത്യാവശ്യം ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതുപോലെ തന്നെ വ്യാഴാഴ്ചകളിൽ ഈവനിങ് കണ്ട് വരുവാണെങ്കിൽ ഇവിടെ കയറാൻ ഫ്രീ ആണെന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് മേജേഴ്സ് ഹിൽ പാർക്ക് എന്ന് പറഞ്ഞൊരു വലിയ പാർക്കുണ്ട്. അപ്പം മേജേഴ്സ് ഹിൽ പാർക്ക് എന്ന് പറയാൻ കാരണം തന്നെ ഇവിടുത്തെ പണ്ട് ഇവിടെ ഒരു കനാലൊക്കെ പണിയാൻ വന്നിട്ടുണ്ടായിരുന്ന കുറേ മേജർ എഞ്ചിനീയർമാരൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന ഒരു ഏരിയ ആണ്. അങ്ങനെയൊക്കെ എന്തോ ഇതിനെക്കുറിച്ച് കുറേ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒത്തിരി ആൾക്കാർ ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അതുപോരാത്തിന് ഇതൊരു ടൗൺ സെൻ്ററാണ്, ഡൗൺ ടൗൺ സെൻ്ററാണ് ഒട്ടാവയുടെ. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒട്ടാവ റിവർ കാണാൻ പറ്റും. അപ്പോൾ ഈ റിവറിൻ്റെ അകത്ത് ബോട്ടിങ് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. ഈ ബോട്ടിങ്ങിന് നമുക്ക് വേണേൽ പോവുകയൊക്കെ ചെയ്യാം, പക്ഷേ അത്യാവശ്യം ടിക്കറ്റ് ചാർജൊക്കെ ഉണ്ട്. എന്തായാലും ഞങ്ങൾക്ക് ബോട്ടിങ്ങിന് പോകാനുള്ളൊരു പ്ലാനൊന്നുമില്ല. അപ്പം അവിടുന്ന് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വലിയൊരു ഇരുമ്പ് പാലം കാണാൻ പറ്റും. അപ്പം അടുത്ത ലക്ഷ്യം അതാക്കി ഞങ്ങൾ നടന്നു. അപ്പം ഈ ഒട്ടാവ റിവർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യൂബക് പ്രൊവിൻസാണ്. ഇതിപ്പോൾ ഒണ്ടാരിയോ പ്രൊവിൻസാണ്. സോ ക്യൂബക് പ്രൊവിൻസിലോട്ട് കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജാണ് ഇത്. അലക്സാണ്ട്രി ബ്രിഡ്ജ് എന്ന് പറയുന്നൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ബ്രിഡ്ജാണ്. ഇതിനെ പറയുന്നത് ദ റോയൽ അലക്സാണ്ട്ര ഇൻ്റർ പ്രൊവിൻഷ്യൽ ബ്രിഡ്ജ് എന്നാണ്. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളി വ്യൂ ആണ്. ഈ പാലം, അതേപോലെ ഈ ഒട്ടാവ റിവർ, പിന്നെ ഒത്തിരി ബോട്ടുകൾ അതിൻ്റെ അകത്ത്. നല്ല വെയിലുമാണ്, അത്യാവശ്യം നന്നായിട്ട് ടാനൊക്കെ അടിച്ച്. കാരണം ഇപ്പോൾ സമയം ഏകദേശം 7 മണി 7:30 എന്നാലും നല്ല വെയിലാണ്. സൂര്യൻ അസ്തമിക്കാൻ ഇനിയും ഒത്തിരി സമയമുണ്ട്. കുറേ നേരം അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇനിയിപ്പം അവിടുന്ന് പോകാനുള്ള പ്ലാനാണ്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒട്ടാവയിൽ ഉള്ള പാർലമെൻറ്റ് കാണാൻ പോകുന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ചുറ്റും ഒന്നുകൂടെ നടന്ന് എല്ലാം കണ്ടിട്ട് ഇനിയിപ്പം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഈ പാർക്കിൻ്റെ ഈ ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അങ്ങ് ദൂരത്തായിട്ട് പാർലമെൻറ്റിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ ഈ ലേക്കിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് കാനഡയുടെ ഫ്ലാഗ് വെച്ചൊരു ബിൽഡിംഗ് ഉണ്ട്. അതാണ് കനേഡിയൻ മ്യൂസിയം ഓഫ് ഹിസ്റ്ററി. അതും ഓൾറെഡി ക്ലോസ്ഡ് ആണ്, സോ അങ്ങോട്ടൊന്നും പോകുന്നില്ല. പാർലമെൻറ്റ് കാണാൻ വേണ്ടി പോകുന്ന വഴിക്കാണ് വേറൊരു അട്രാക്ഷൻ കണ്ടത്, റിഡ്യൂ കനാൽ. ഇത് കാനഡയിലെ ഒരു ഫേമസ് കനാലാണ്. 200 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു കനാലാണ്. ഇതിൻ്റെ ലോഗ്സ് ആണ് ഈ കാണുന്നത്. ഇത് ഇവിടുന്ന് അങ്ങോട്ട് കുറേ 200 കിലോമീറ്റർ പോയി ഒണ്ടാരിയോ ലേക്കിൽ, കിങ്സ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒണ്ടാരിയോ ലേക്കിനോട് ചേരുന്നത്. ഇതൊരു നാഷണൽ ഹിസ്റ്റോറിക് സൈറ്റാണ്. അതേപോലെ തന്നെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുമാണ്. ഇപ്പോൾ ബോട്ടുകളൊക്കെ വരുമ്പോൾ ഈ ലോക്കുകൾ തുറന്നിട്ട് ബോട്ടുകൾ അതിൻ്റെ ഉള്ളിൽ കയറി വെള്ളം അഡ്ജസ്റ്റ് ചെയ്ത് ഹൈറ്റിലോട്ട് ബോട്ടിനെ കൊണ്ടുവന്ന് അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഈ കനാലിൽ 83 മീറ്റർ വരെ അവർ ഹൈറ്റിൽ അതിനെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് 50 മീറ്റർ ഹൈറ്റ് താഴ്ത്തിയിട്ടാണ് ഈ ഒണ്ടാരിയോ ലേക്കിലോട്ട് വിടുന്നത്. അപ്പോൾ നമ്മൾ ഈ സൂയിസ് കനാലും മറ്റേ പനാമ കനാലിൻ്റെയൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൽ ചെയ്യുന്ന അതേപോലെ തന്നെ ബോട്ടുകളെ ഇവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് പണിതത് 1832 അപ്പോൾ ഇതിൻ്റെ പുറകെ കുറേ ചരിത്രമൊക്കെ ഉണ്ട്. ഇത് ബ്രിട്ടീഷുകാർ പണിതത്, അമേരിക്കയിൽ നിന്ന് രക്ഷപ്പെടാൻ അങ്ങനെ എന്തൊക്കെയോ കുറേ ചരിത്രങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ പുറകിൽ. ഏതായാലും അതിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല.
ഇതിന് ഏകദേശം 46-47 ലോക്കൊക്കെ ഉണ്ടായിരുന്നു ആ കനാലിന്. നമ്മുടെ മറ്റേ 2 കൺട്രീസ് സിനിമയിലൊക്കെ ഈ കനാൽ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ സൈഡിൽ കൂടെ ദിലീപ് സൈക്കിൾ ചവിട്ടി പോകുന്നത് അങ്ങനെ എന്തൊക്കെയായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നടന്ന് പാർലമെൻറ്റിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറി. ആദ്യം നമുക്ക് വില്യം ലയൺ മക്കൻസൺ എന്ന് പറഞ്ഞൊരു രാജാവിൻ്റെ ഒരു പ്രതിമ ഇവിടെ കാണാം. അത് കഴിയുമ്പോഴത്തേക്ക് വേറെന്തോ ഒരു പ്രതിമ ഇവിടെ കാണാം. അങ്ങനെ കുറേ പ്രതിമകളും ഇവരുടെ ഈ ചരിത്രം പറയുന്ന കുറേ കാര്യങ്ങളും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ ചുറ്റോട് ചുറ്റും ഒരു വിൻറ്റേജ് സെറ്റപ്പിലുള്ള ഇവരുടെ ഈ പാർലമെൻറ്റിൻ്റെ ഓരോ കെട്ടിടങ്ങളാണ്. ഇത് വെസ്റ്റ് ബ്ലോക്കാണ്, ഹൗസ് ഓഫ് കോമൺസ് ബ്ലോക്ക് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നല്ല പണ്ട് വർഷങ്ങൾക്ക് 1850-60 കാലഘട്ടങ്ങളിലൊക്കെയാണ് ഈ പാർലമെൻറ്റിൻ്റെ ഇവിടുത്തെ ഈ കെട്ടിടങ്ങളൊക്കെ പണിതിരിക്കുന്നത്. അപ്പം നല്ല പഴക്കം ചെന്ന കെട്ടിടങ്ങളൊക്കെയാണ്. ഇതാണ് മെയിൻ പാർലമെൻറ്റ് ബിൽഡിങ്. അപ്പോൾ ഇതിൻ്റെ എന്തോ മെയിൻ്റനൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. കുറേ നാളെയും തോന്നുന്നു മെയിൻ്റനൻസ് നടക്കുന്നത്. കാരണം ഇതിന് മുന്നേ ഇത് ആൾക്കാർ ഫ്രണ്ട്സ് വന്നപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കമ്പി ഇതേപോലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെയിൻ്റനൻസ് പരിപാടിയൊക്കെ നടക്കുവാണ് ഇതിൻ്റെ. കുറേ പഴക്കം ചെന്ന കെട്ടിടങ്ങളാണല്ലോ ഇതൊക്കെ. ഒരു ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഒരു സ്തൂപം, ദ്വീപ് ഇങ്ങനെ കത്തി നിൽക്കുന്നു. ഇതും ഇങ്ങനെ കടാവിളക്ക് പോലെ കുറേ നിൽക്കുന്നതാണ്. എന്തോ ബ്യൂട്ടൈൻ ഗ്യാസോ പ്രൊപ്പൈൻ ഗ്യാസോ എന്തോ ഗ്യാസ് വെച്ചും കണ്ട് കത്തിക്കുന്നതാണ്. പിന്നെ കുറേ നേരം കറങ്ങി വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തു. കറക്റ്റ് സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് വരുന്നൊരു ടൈമാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പം പ്രത്യേകിച്ച് വേറൊന്നും കാണാനില്ല. അപ്പം ഒട്ടാവയിൽ നമ്മൾ ഒരു ദിവസത്തേക്കായിട്ടുമാണ് വന്നത്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 9 മണി 9:30 ആ ടൈമായിട്ടുണ്ട്. നമ്മൾ റോഡിലോട്ട് ഇറങ്ങി. ഇപ്പോൾ ഇവിടെ നമുക്കൊരു വേൾഡ് വാർ 2ൻ്റെ 1ൻ്റെ എങ്ങാണ്ട് ഒരു മെമ്മോറിയൽ വന്നിട്ടുണ്ട്. അതായത് 1ൻ്റെയാണ്, വേൾഡ് വാർ 1ൻ്റെയാണ് എഴുതിയിട്ടുണ്ട് 1918 എന്നുള്ള രീതിയിൽ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ പതുക്കെ റോഡിലോട്ട് ഇറങ്ങിയിട്ട് നടക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനൊരു സ്ഥലം നോക്കി പോവുകയാണ് ഞങ്ങൾ. ഗൂഗിളിൽ നോക്കിയപ്പം അടുത്തൊരു കേരള റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് കണ്ടു. അപ്പം അതിനെ നോക്കി അങ്ങ് വെച്ച് പിടിക്കുകയാണ്. അപ്പം നമ്മൾ ഒട്ടാവയിലെ സ്ട്രീറ്റുകളിലൂടെയൊക്കെ നടന്നങ്ങനെ പോകുന്നു. അപ്പം അങ്ങനെ മുമ്പാണ് ഒട്ടാവ എന്ന് പേരൊക്കെ എഴുതിയിട്ടുള്ളൊരു സ്ഥലം കണ്ടത്. നമ്മളിപ്പോൾ അറിയാവുന്ന പോലെ എല്ലാ സിറ്റികളിലും ആ സിറ്റിയുടെ പേര് എഴുതിയിട്ട് എല്ലാവരും ഇവിടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് 2 ഫോട്ടോ ഒക്കെ എടുത്തു. ഇനിയിപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് നോക്കി പോവാം. അപ്പോൾ നമ്മൾ എത്തി. കൊച്ചിൻ കിച്ചൺ എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഇനിയിപ്പോൾ അവിടെ കയറി എന്തെങ്കിലും കഴിക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. പൊറോട്ടയും ബീഫും ബിരിയാണിയൊക്കെയാണ് ഓർഡർ ചെയ്തത്. അതൊക്കെ കഴിച്ചു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫുഡായിരുന്നു. അതിനുശേഷം ഇറങ്ങിയപ്പോഴത്തേക്ക് ഇരുട്ടി തുടങ്ങി. അതായത് സമയം ഇപ്പോൾ ഇവിടെ ഒരു 10 മണി കഴിഞ്ഞു. അപ്പോഴത്തേക്കാണ് ചെറിയൊരു ഇരുട്ടൊക്കെ വീണ് തുടങ്ങിയത്. ഇനിയിപ്പം നമ്മൾ കാർ പാർക്ക് ചെയ്തിടത്തോട്ട് നേരെ പോകുന്നു. അത് കഴിഞ്ഞിട്ട് കാറെടുത്ത് നമ്മൾ വീട്ടിലോട്ട് പോകുന്നുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ കാർ കയറി തിരിച്ചുള്ള യാത്ര ആരംഭിച്ചു. അങ്ങ് ഫ്രണ്ടിൽ കാണുന്ന ബിൽഡിങ് അത് US-ൻ്റെ എംബസിയാണ്. ഒട്ടാവയിലുള്ള ആ കെട്ടിടമാണ് കാണുന്നത്. അപ്പം നമ്മൾ ഇവിടെ ഒരു 5-6 മണിക്കൂറേ നമ്മൾ ഈ ഒട്ടാവയിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം നിങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് രാവിലെ നേരത്തെ വന്നിട്ട് എല്ലാ മ്യൂസിയംസും സംഭവങ്ങളൊക്കെ കയറി കാണുക. ഒരു ദിവസം കാണാനുള്ള ഒരു സെറ്റപ്പൊക്കെ ഞാൻ നോക്കിയിട്ട് ഒട്ടാവയിലുള്ളൂ. അല്ലാണ്ട് കുറേ ദിവസം നിൽക്കാൻ മാത്രം ഉള്ള പരിപാടിയൊന്നും ഇവിടെ ഇല്ല. പിന്നെ ഉണ്ടാവുമായിരിക്കും, നമുക്കറിയത്തില്ലാത്ത ഒത്തിരി പരിപാടികളൊക്കെ ചിലപ്പോൾ കാണുമായിരിക്കും, അറിയത്തില്ല. അപ്പം ഒട്ടാവ യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ വന്ന വഴികളിലൂടെ തന്നെ തിരിച്ച് നമുക്ക് ഒത്തിരി യാത്ര ചെയ്യാണ്ട് 3 മണിക്കൂർ തിരിച്ച് യാത്ര. രാത്രി 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് നമ്മൾ പീറ്റർ പോലെ വീട്ടിലെത്തുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം.